എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജോസ് മാളിയേക്കൽ. എന്തായിരുന്നു OIOP എന്ന് പറയുന്ന സംഘടനയുടെ തേരോട്ടം? എന്തായാലും OIOP എന്ന് പറയുന്ന ആശയത്തോട് യോജിച്ച് വിജയിച്ച എല്ലാ മത്സരാർത്ഥികൾക്കും ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. പക്ഷേ ഒരു ദുഃഖമുണ്ട്. കേരളത്തിൽ OIOP എന്ന് പറയുന്ന ആശയം കൈപ്പിടിച്ചുകൊണ്ട് 50K 60K എന്നൊക്കെ ഗീർവാണം വിട്ടിരുന്ന ഓരോ ഗ്രൂപ്പുകാർക്കും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മിന്നിത്തിളങ്ങാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച. കാരണം ഗ്രൂപ്പുകളിൽ തന്നെ ഒരാശയത്തിന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പഴയ 7 അംഗ ട്രസ്റ്റ് മെമ്പർമാർ ഇന്നും സജീവമായി തന്നെ ഗ്രൂപ്പിൻ്റെ ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ്. പക്ഷേ ഇതിൽ വിശ്വസിച്ചുകൊണ്ട് ഇതിന് ഫേസ്ബുക്കിലും വാട്സപ്പിലും കൈകുത്തി കളിച്ചിരുന്ന ഇതിൻ്റെ അണികൾ നിരാശരാകേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായത്. അല്ല എന്ന് പറയാൻ ഈ നേതാക്കന്മാർക്ക് സാധിക്കുമോ? ഇപ്പോൾ പറയണു വിനോദ് ജോസിൻ്റെ ഫേസ്ബുക്ക് ഗീർവാണക്കാരൻ പറയുന്നത് മത്സരിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല. അവൻ തന്നെ ഇതൊരു വിജീഷ ആരാ വീഡിയോ നേതാവ് എന്ന് അവകാശപ്പെടുന്ന ആ ഗീർവാണക്കാരൻ പറയുന്നു, പല പ്രാവശ്യം പറയുന്നുണ്ട് മത്സരിക്കുന്നു എന്ന്. മൂവ്മെൻ്റായി ക്ലച്ച് പിടിക്കാതായപ്പോൾ മത്സരിക്കണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ റോജറും മറ്റ് 3 അംഗക്കാരും അങ്കത്തട്ടിൽ നിന്ന് എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. പിന്നെ ആരാണ്ടൊക്കെ കൂടി ജയിച്ച കാര്യങ്ങൾ വിളിച്ചു പറയാൻ റോജറിൻ്റെ പുതിയ ഗ്രൂപ്പിൻ്റെ ആളുകൾ ഗീർവാണക്കാരൻ ഫേസ്ബുക്ക് വീഡിയോ ഇടുന്ന വ്യക്തി പറയും ആരാണ്ടൊക്കെ ജനിച്ച മക്കളേക്ക് എടുത്ത് ഇതൊക്കെ ഞങ്ങളുടെ ആളുകളാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗീർവാണം. കൊള്ളാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഒരു ആൻ്റണി കോയിക്കര, അത് എവിടെ പോയിന്ന് ഒരു ഐഡിയ പോലും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ 7 അംഗ ട്രസ്റ്റിലെ ആദ്യം പിരിഞ്ഞു പോകുന്ന വ്യക്തിയാണ്. അയാളെക്കുറിച്ച് ഒരു അഡ്രസ്സും കേൾക്കാനില്ല. കാരണം എന്താ വെച്ചാൽ അയാളിപ്പോൾ ട്രസ്റ്റ് മാത്രം മതി, വലിയ അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും ഇല്ല. കാരണം പണപ്പിരിവ് മാത്രമാണ് ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളത് എന്നുള്ള കാര്യം മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? ഇതിൽ യോജിച്ചിട്ടുള്ള നമ്മളെപ്പോലെയുള്ള അണികൾ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ശരിക്കും പറഞ്ഞ സാബു ജേക്കബിന് 2020 കിഴക്കമ്പലത്ത് സ്വർണ്ണത്തിളക്കാൽ തിളങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കാൽവെപ്പുകളെയാണ് നമ്മൾ കാണേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ആശയത്തോടു കൂടി യോജിക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തോട് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയത്തെ കയ്യിലേറ്റി അത് എങ്ങനെ കൊണ്ടു നടക്കാം എന്ന് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ എല്ലാവരും അണിനിരന്നുകൊണ്ട് സാബു ജേക്കബിൻ്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് 2020 എന്ന് പറയുന്ന വൻ വിജയമാക്കി തീർത്ത അദ്ദേഹത്തെ പോയി കണ്ട് ഇതിൻ്റെ അണികൾ നേതാക്കന്മാർ ഗ്രൂപ്പിലുള്ള നേതാക്കന്മാർ ഇതിന് താഴ്മയായി തരില്ല. കാരണം അവരുടെ ഉദ്ദേശം വേറെയാണ്. അവർ താഴ്ന്നു തരികില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ വിശ്വസിച്ചുകൊണ്ട് പിന്നാലെ പോയിട്ടുള്ള എല്ലാ അണികളും സാബു ജേക്കബിനെ കണ്ടുകൊണ്ട് ഈ 2020 നേതൃസ്ഥാനം കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തെ പോയി കണ്ടുകൊണ്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇതിനൊരു നേതാവായി അദ്ദേഹത്തെ അംഗീകരിച്ച് നമ്മളെല്ലാവരും അദ്ദേഹത്തിന് പിന്നാലെ പോവുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനോട് യോജിക്കുന്നവർ മാത്രം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതിന് യോജിപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക. സാബു ജേക്കബാണ് ശരിക്കും യോഗ്യനായിട്ടുള്ളൊരു വ്യക്തി. കാരണം വൺ ഇന്ത്യ വൺ പെൻഷനിലെ ഇപ്പോഴുള്ള ഗ്രൂപ്പ് നേതാക്കന്മാരുടെ കളികളാൽ നമ്മൾ വിഡ്ഢികളായി പോയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. 2020 എന്ന് പറയുന്ന ആശയത്തെ കിഴക്കമ്പലത്തിൽ നിന്ന് ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ മത്സരിച്ചുകൊണ്ട് വെന്നിക്കൊടി പാറിച്ചുള്ള ഈ സാബു ജേക്കബിന് ഗ്രൂപ്പുകളില്ല. ഒരേ ഒരു നേതാവുള്ളൂ, സ്വാർത്ഥമതിയല്ലാത്തൊരു നേതാവ്, പണപ്പിരിവിന് ആഗ്രഹമില്ലാത്തൊരു നേതാവ്, പാർട്ടിയായി രൂപീകരിച്ച് ഇനി അടുത്ത നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്ന ഒരു നേതാവ്. അത്തരത്തിലുള്ള മനഃശക്തിയും മനസ്സാന്നിധ്യവും കഠിനാധ്വാനവുമുള്ള വ്യക്തികളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം.
അതുകൊണ്ടാണ് പറയുന്നത് ഈ ആശയത്തെ നമ്മൾ ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം മാറി ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് കൊണ്ടുവരുവാൻ നമ്മൾ ഈ ഗ്രൂപ്പ് നേതാക്കളെയെല്ലാം പുറത്താക്കിക്കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഈ ആശയത്തെ കൈപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോയി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വിനോദ് ജോസിൻ്റെ ഗ്രൂപ്പോ റോജറിൻ്റെ കീഴിലുള്ള മറ്റേ പുതിയ ഗ്രൂപ്പോ അല്ലെങ്കിൽ ആന്റണി കോയിക്കരയുടെ കീഴിലുള്ള ഗ്രൂപ്പോ ഇതൊന്നുമല്ല, ജോസ് കെ തോമസിൻ്റെ കീഴിലുള്ള ഗ്രൂപ്പ് ഇതൊന്നുമല്ല. ഇതിൽ യഥാർത്ഥമായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പെന്ന് പാർട്ടി എന്ന് തെളിയിച്ചത് 2020 ആയതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ ബുദ്ധിയുള്ളവൻ ചിന്തിക്കേണ്ടത് ഇതാണ്. ഇപ്പോൾ ഇന്നൊരു വാർത്ത വന്നിരിക്കുന്നു, ഏതോ ഒരു പഞ്ചായത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തി OIOP മൂവ്മെൻറ്റിൻ്റെ അത് മൂവ്മെൻറ്റ് ഏറ്റെടുത്തിരിക്കുന്നു. കാരണം അവർ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരാണ് മത്സരിപ്പിച്ചതെന്ന് പറഞ്ഞ എല്ലാ ഗീർവാണം ഇട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നു UDFൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തിൽ പ്രസിഡൻ്റായി നിൽക്കുന്നുവെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ UDF വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പഞ്ചായത്ത് ഭരിക്കുവാൻ വേണ്ടി പണം കൊടുത്ത് വാങ്ങിയെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ വ്യക്തിയെ പ്രസിഡൻ്റായി അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥികളെല്ലാം മെമ്പർമാർ മാറി നിന്നുകൊണ്ട് ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പണം കൊടുത്ത് വാങ്ങിക്കൊണ്ട് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്ത് അവിടെ ഇദ്ദേഹത്തെ പ്രസിഡൻ്റായി വാഴിക്കണമെങ്കിൽ അതിൻ്റെ പിന്നാങ്കളി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് ആദ്യം ആലോചിക്കണം. ഈ UDFകാർക്ക് പ്രത്യേക പണമുള്ളവരും സ്ഥാനമാനങ്ങൾക്ക് ആർത്തിയുള്ള വ്യക്തികളുമാണെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാൻ കണ്ടത്. ആയതിൻ്റെ പേരിൽ പറയുന്നു ഇതിനേക്കാളൊക്കെ ഭേദം ശരിക്കും പറഞ്ഞാൽ LDF തന്നെയാണ്. അപ്പോൾ കാരണം അത് തന്നെയാണല്ലോ കേരളത്തിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ LDF ആണ് കേരളത്തിൽ മൊത്തമായി മുൻനിരയിൽ വന്നത്. ചില സ്ഥലങ്ങളിൽ UDF വന്നു, പക്ഷെ അവർ ഈ രാജ്യത്ത് നിന്ന് തന്നെ ഔട്ടാകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഈ 10-25 വർഗീയ പാർട്ടികൾ തമ്മിലുള്ള കൂട്ടുകൃഷി കാരണം വർഗീയ പാർട്ടികൾ തമ്മിലുള്ള കൂട്ടുകൃഷി കാരണം, അതുപോലെ തന്നെ പരമ്പരാഗതമായ ശൈലിയിൽ വീട് ഒരു ഭാരവാഹിയാവണമെങ്കിൽ അവരുടെ തറവാട് വക അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് മാത്രം കൊടുക്കുന്ന സ്ഥാനമാനങ്ങളുടെ പണ്ട് മുതലേ നെഹ്റുവിൻ്റെ കാലം തൊട്ട് തുടങ്ങിയ സ്ഥാനമാനങ്ങളുടെ ആ ഒരു പ്രയോഗം തന്നെ എല്ലാ തലങ്ങളിലും അവർ പ്രകടിപ്പിക്കുന്നതിനാൽ UDF ഇന്ത്യ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ LDF തന്നെ അതിന് നേട്ടം കൈവരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ ഏറ്റവും കൂടുതൽ സ്ഥാനങ്ങൾ ഏറ്റെടുത്തത്. അപ്പോൾ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ എല്ലാം നീക്കിക്കൊണ്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം നടപ്പിലാക്കണമെങ്കിൽ ഇത്തരത്തിൽ ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് ഈ 7 ട്രസ്റ്റ് മെമ്പർമാരുടെ ഗ്രൂപ്പുകളിൽ അണിചേർന്നതുകൊണ്ട് നമുക്ക് യാതൊരു ഗതിയും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നാം കണ്ടത്. ആയതിനാൽ 2020 നയിക്കുന്ന സാബു ജേക്കബിനെ നമ്മൾ ഇതിൻ്റെ നേതാവായി മുന്നിലേക്ക് എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഭാവിയിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയം ഈ കേരളക്കരയിലെങ്കിലും ഒരു ചലനം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് അല്ലാതെ തന്നെ ഒരു 10,000 പെൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കിഴക്കമ്പലത്തെ പോലെ ജീവിക്കണമെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തിന് നേതൃത്വ സ്ഥാനം നൽകിക്കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് പിന്നിൽ അണിചേർന്നാൽ മാത്രമാണ് നമുക്കൊരു ഗതി കിട്ടുകയുള്ളൂ, നമ്മുടെ ആശയം വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ടാണല്ലോ LDFകാരും ഉണ്ടെന്നും പറയുന്നു. UDFകാർ അവിടെ കിഴക്കമ്പലത്ത് ഇലക്ഷൻ വന്ന വോട്ട് ചെയ്യാൻ വന്ന ആളുകളെ ദമ്പതിമാരെ ഇത്തരത്തിൽ മർദ്ദിക്കുകയും ആക്രോശപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് തന്നെ മനസ്സിലാക്കണം, ഏറ്റവും വെറി പൂണ്ട വ്യക്തികൾ UDF തന്നെയാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് കിഴക്കമ്പലത്തിൽ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയം വിജയിക്കണമെങ്കിൽ നമ്മൾ ഇനി ഒരു വ്യക്തിയെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. അതാണ് 2020 നേതൃത്വം നൽകുന്ന സാബു ജേക്കബിന്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, വൺ ഇന്ത്യ വൺ പെൻഷനിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകാരുടെ പിന്നിൽ പോയി നമ്മൾ നാണം കെട്ടുപോയി ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ. ആയതിനാൽ നമ്മൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ നേതാവായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിയാൽ മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ.
ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിൽക്കാതിരുന്നത്? വൺ ഇന്ത്യ വൺ പെൻഷന് തനതായ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ട്രസ്റ്റും സൊസൈറ്റിയുമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി കളിക്കുന്ന നേതാക്കന്മാരിൽ കീഴിൽ അണിനിരുന്ന വ്യക്തികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താത്തതിന്റെ പേരിൽ മാത്രമാണ് ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ കിട്ടാതെ പോയത്. അത് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. ആയതിനാൽ എല്ലാവരും 2020 കണ്ടുകൊണ്ട് കൊതിച്ചിരിക്കുകയാണ്. ആയതിനാൽ അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ ഈ ആശയത്തിന്റെ നേതാവായി കൊണ്ടുവരുവാൻ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഈ പണിചേർന്നിരിക്കുന്ന സ്വാർത്ഥമതികളായ നേതാക്കന്മാരോട് മാറ്റി നിർത്തിക്കൊണ്ട് ഈ സാബു ജേക്കബിന് കൊണ്ടുവരാൻ താല്പര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.